പിശാച് ദൈവത്തിന്റെ അടുക്ക ചെന്ന് ദൈവത്തോട് ഒരു കംപ്ലൈന്റ് പറയുക. പിശാച് ദൈവത്തിന്റെ അടുക്ക ചെന്നിട്ട് ദൈവത്തോട് ഒരു കംപ്ലൈന്റ് പറയുക. 1-ാം അധ്യായം 9-ാം വാക്യവാ. കേട്ടോ കംപ്ലൈന്റ്. അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും. ആര്? ദൈവം ഇയ്യോബിനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ചുറ്റും, പദം മറക്കരുത്, ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? വേലി കെട്ടിയിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. സാത്താൻ ദൈവത്തോട് പറയുകയാണ്, ഇയ്യോബ് ദേശത്ത് പ്രസിദ്ധനായത് എങ്ങനെയാണെന്നറിയോ? ഇയ്യോബിന്റെ അധ്വാനത്തിന്റെ കൂടുതലൊന്നുമല്ല. നീ അവന് ചുറ്റും, അവന്റെ വീടിന് ചുറ്റും, അവന്റെ സകല സമ്പത്തിന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? വേലി കെട്ടിയിരിക്കുക. വേലി കെട്ടുക മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കും. ഇതിന്റെ കാരണം എന്താ? സ്തോത്രം. സാത്താൻ ഇയ്യോബിന്റെ വീടിന്റെ അവിടെ ചെന്ന് ഇങ്ങനൊന്ന് എത്തി നോക്കിച്ച് ദൈവത്തിന്റെ അടുക്ക ചെന്നു. പിടികിട്ടിയോ? ഇനി എന്തുകൊണ്ടായിരിക്കാം ഇയ്യോബിന് വേലി കെട്ടിയേ? സങ്കീർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി. ഒരാമയും വരുന്നില്ല. നീ കെട്ടിയ മതിലല്ല നിന്റെ ജീവിതത്തിന്റെ സൂക്ഷിപ്പ്, മറിച്ച് യഹോവയുടെ ദൂതൻ